സർ, സാർ കണ്ടല്ലേ ഞാൻ ഈ പേന വെച്ച് ഈ പേപ്പറിൽ എഴുതുന്നേ. അത് മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോ സംഭവം അതാ, ഈ പേന വെച്ച് എഴുതിയത് കൊണ്ടാ കല്യാണി എഴുതിയെന്ന് പറയുന്ന ഒന്നും ഈ ആൻസർ ഷീറ്റിൽ ഇല്ലാത്തത്. ആ പേപ്പർ എടുത്ത് നോക്കട്ടെ. യെസ്, യു ആർ റൈറ്റ് സർ. ബ്രോ, ഇതെല്ലാം ഇളയമയുടെ ചതിയാ ബ്രോ. അത് ശരി. പരീക്ഷയിൽ തോറ്റിട്ട് സ്വാധീനം ചെലുത്തി സെലക്ഷൻ ലിസ്റ്റിൽ പേര് വരുത്താനായിരിക്കും ഈ വട്ടമേശ സമ്മേളനം. എന്താ സാറേ, സാറും അതിനെ കൂട്ടുനിൽക്കാണോ? കഷ്ടം. ഇനി നിന്റെ ശബ്ദം ഇവിടെ കേട്ടാ ഇറങ്ങിപ്പോ വെളിയില്. ഇറങ്ങിപ്പോവാൻ. സോറി സർ, സാറിനിപ്പോ സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ട് കാണുമല്ലോ. പറ്റുമെങ്കിൽ കല്യാണിക്ക് ഒരു ചാൻസ് കൊടുക്കണം. സർ, സർ പ്ലീസ് സർ, കല്യാണിക്ക് ഒരു ചാൻസ് കൊടുക്ക് സർ. സർ പ്ലീസ്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് സാർ ഒന്ന് വന്നേ. സർ, നേരത്തെ എഴുതിയ പരീക്ഷയായതുകൊണ്ട് ഒരു 5 മിനിറ്റ് തരാം, അതിനുള്ളിൽ എഴുതി തരണം. മതി സർ, ഞാൻ എഴുതാം. താങ്ക് യു സർ. സാർ ഒരു ബുക്ക്ലെറ്റ് കൊടുക്കും എഴുതാൻ. ഓക്കെ. കല്യാണി, ഇതെന്റെ പേനയാ. ഇതുകൊണ്ട് വേണം നീ ആൻസർ എഴുതാൻ. കല്യാണി, ഓൾ ദി ബെസ്റ്റ്. നന്നായി എഴുതണം കേട്ടോ. സാർ ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് പുറത്തേക്ക്. ശരി. വരൂ, ഇവിടെ ഇരുന്നോളൂ. Only 5 minutes, okay? Sir. എഴുതിക്കോളൂ. പറഞ്ഞതിന് മുന്നേ എഴുതി കഴിഞ്ഞല്ലോ.
അവരോട് ഇങ്ങനെ അകത്തേക്ക് വരാൻ പറയും. ആ. വല്യുഞ്ഞേ വിളിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മിസ് കല്യാണി ദാസ്, യു ആർ സെലക്ടഡ്. ഷോ, ഇത് ഭയങ്കര സംഭവമായി പോയല്ലോ. തോറ്റ പരീക്ഷ ഇവള് ജയിച്ചു. രാശിയുള്ളവള് തന്നെ. ഗംഗേ, നീ കൂടുതൽ സൂക്ഷിക്കണം. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ പട്ടം ആർക്കാണെന്ന് ഇന്നിവിടെ ഉറപ്പായിരിക്കുക. നീ നല്ലൊരു ജോത്സ്യനെ കാണുന്നത് നല്ലതാ. സർ, വലിയൊരു തെറ്റ് ചൂണ്ടിക്കാട്ടി അത് കണ്ടുപിടിച്ച് തിരുത്താൻ സഹായിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സർ. സത്യം മനസ്സിലാക്കി ഒരു അവസരം കൊടുത്തതിന് ഞങ്ങളല്ലേ നിങ്ങളോട് നന്ദി പറയേണ്ടത്. താങ്ക് യു സർ. ഓക്കെ. പൊയ്ക്കോട്ടെ വല്യുഞ്ഞേ. ആ നിക്കേട്ടിയോളെ. അങ്ങനെ ആദ്യ കടമ്പ കഴിഞ്ഞു. സന്തോഷായില്ലേ? നീ ഇന്നലെ രാത്രി ടെൻഷൻ കാരണം ഒരു പൊടി ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്നറിയാം. ഇനി പോയി കിടന്ന് മനസമാധാനത്തോടെ നല്ലൊരു ഉറക്കം ഉറങ്ങും. ദേ, പകലാണെന്ന് കരുതി സ്വപ്നം കാണലിന് ഒരു പിശുക്കും വേണ്ട കേട്ടോ. ഇപ്പോ പകൽക്കിനാവും ഫലിക്കുമെന്നാ പറയുന്നത്. ഇരിക്ക്. ആനന്ദ് എവിടെ? വരുന്നുണ്ട് ആന്റി. കല്യാണിയുടെ കാര്യം പറയണോ? വേണ്ട, പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പറയേണ്ടി വരും. എന്താ അവിടെ ഒരു അടക്കം പറച്ചില്? ഏയ് ഒന്നുമില്ല ആന്റി. ഗംഗ ഈ എക്സാം ജയിച്ചതല്ലേ? അതെ. പിന്നെന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? എനി പ്രോബ്ലം? നത്തിങ് ആന്റി. ഓക്കെ. ആനന്ദ്, ആനന്ദ്, നിന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണെന്ന് അമ്മയ്ക്കറിയാം. അതെ അമ്മേ, ഒരിക്കലും മറക്കാനാവാത്ത ദിവസം തന്നെയായിരുന്നു. മോനെ, ജയവും പരാജയവും ഒക്കെ ഓരോ പാഠങ്ങളാ. അത് ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾക്ക് കാരണമാവും. അനുഭവത്തെക്കാൾ വലിയൊരു പാഠമില്ല. ബുദ്ധി കൊണ്ട് പരീക്ഷയെ ജയിക്കാം, എന്നാൽ അനുഭവം കൊണ്ടേ ജീവിതത്തിൽ ജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പരാജയത്തെ ഹൃദയത്തിലും വിജയത്തെ തലയിലും ചുമന്നുകൊണ്ട് നടക്കാൻ പാടില്ല.
എന്നും ജയവും പരാജയവും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഫിലോസഫി. മോൻ അടുക്കളക്കാരിയെ കെട്ടിക്കൊണ്ട് വരുമ്പോഴും പറയണം ഇതൊക്കെ. കമ്പനി ബ്രാൻഡ് അംബാസിഡർക്ക് സെലക്ഷൻ കിട്ടാത്തത് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം അത്. അതുകൊണ്ട് അമ്മ ഇത്രയും പറഞ്ഞത്. നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറിന് സെലക്ഷൻ കിട്ടിയില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞു? ആദ്യം പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ കല്യാണിയുടെ പേരുണ്ടായിരുന്നില്ല. കല്യാണിക്ക് സെലക്ഷൻ കിട്ടാതിരിക്കാൻ ചിലർ ചെയ്ത ചതിയായിരുന്നു അത്. അവിടെ നടന്ന ചതി ബോർഡ് ഓഫ് എക്സാമിനേഷന് ബോധ്യപ്പെട്ടപ്പോൾ റീ എക്സാമിനേഷൻ നടത്തി കല്യാണിക്ക് സെലക്ഷൻ കൊടുത്തു. അതാ അവിടെ നടന്നത്. ഞാൻ ഒരാൾ ഉള്ളിടത്തോളം കമ്പനി തോൽക്കാൻ അനുവദിക്കില്ല. വിശ്വസിക്കാം അമ്മയ്ക്ക്. കമ്പനി തോൽക്കാൻ അനുവദിക്കില്ലേ അതോ കല്യാണി തോൽക്കാൻ അനുവദിക്കില്ലേ? അവന്റെ ഒരു കമ്പനി സ്നേഹം. അമ്മ രാവിലെ കല്യാണി അനുഗ്രഹിക്കാതെ മടങ്ങിയപ്പോ അമ്മയുടെ കാലുകളാണെന്ന് സങ്കല്പിച്ച് അവൾ അമ്മയുടെ ചെരുപ്പുകൾ തൊട്ട് നെറുകയിൽ വെച്ചാ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മയുടെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കിയിരുന്നില്ല. സെലക്ഷൻ കിട്ടിയപ്പോ എനിക്കും ബോധ്യപ്പെട്ടു അമ്മയുടെ അനുഗ്രഹം അവൾക്ക് കിട്ടിയെന്ന്. കല്യാണി പറഞ്ഞത് വെറുതെ അല്ലമ്മേ. നമുക്ക് പോവാം. ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആന്റി. അവളീ പരീക്ഷ ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഗംഗേ, അതാണ് അവള്. അവൾക്കെതിരെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അവസാനം ജയം അവൾക്ക് തന്നെയായിരിക്കും. അതവളുടെ രാശിയാ, രാശി. ആന്റി, അതെ ഗംഗെ, ഇന്ന് നടന്നത് നീയും കല്യാണിയും തമ്മിലുള്ള മത്സരമല്ല, വിധിയും ഭാഗ്യവും തമ്മിലുള്ള മത്സരം. ആന്റി എന്തൊക്കെയാ പറയുന്നേ? സത്യം. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആഗ്രഹിച്ചത് കൈവെള്ളയിൽ കിട്ടുന്നതാ ഭാഗ്യം. പക്ഷെ വിധി മറിച്ച. എത്ര കഷ്ടപ്പെട്ടാലും കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടപ്പെടുന്നതാണ് വിധി. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവള് തൃച്ചംബരത്തെ മൂത്ത മരുമകളായെന്നും വരും. ആന്റി, അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് പരീക്ഷയിൽ തോറ്റവളല്ലേ ഒരു നിമിഷം കൊണ്ട് ജയിച്ചു വന്നത്. ഇതൊക്കെ കാണുമ്പോ അവളുടെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. ശക്തിയോ? ആന്റി എന്തൊക്കെ പൊട്ടത്തരങ്ങളാ വിളിച്ച് പറയുന്നേ? ഈ കാലത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പറയുന്നതേ നിനക്ക് പൊട്ടത്തരങ്ങളായിട്ടും അന്ധവിശ്വാസമായിട്ടും തോന്നും. പക്ഷെ നിന്റെ ചേച്ചി പ്രിയങ്ക അവക്ക് തോന്നില്ല. അന്ന് ദേ ഈ വാട്ടർ ടാങ്കിലിട്ട് ആ അടുക്കളക്കാരിയെ തീർക്കാൻ നോക്കിയതാ നിന്റെ ചേച്ചി. തീർന്നെന്ന് തന്നെ ഉറപ്പിച്ചതുവാ. എന്നിട്ട് എന്തായി? അവൾ ഉയർത്തെഴുന്നേറ്റില്ലേ ഫീനിക്സ് പക്ഷിയെ പോലെ. അതാ ഞാൻ പറയുന്നത്, അവൾക്ക് പിന്നിൽ ഏതോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന്. ഗംഗെ, ഒരു കാര്യം ചെയ്യാം. അവൾ നടത്തുന്ന ദൈവപ്രശ്നം നമുക്കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ദൈവപ്രശ്നോ? അതെന്താ ആന്റി? പൂവിട്ട് നോക്കാൻ. നമുക്കും പൂവിട്ട് നോക്കിയാലോ? പൂവിട്ട് നോക്കാനോ? അതെ ഗംഗെ, ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് സംശയം വരുമ്പോ പൂവിട്ട് നോക്കുന്ന രീതിയുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഇതും അവളുടെ കണ്ടുപിടുത്തം തന്നെയാ.
ആനന്ദിന്റെ കല്യാണം വരെ നടക്കുമോ നടക്കില്ലെന്ന് അഖിലാണ്ടേശ്വരി വരെ ഒരിക്കൽ ഈ പൂവിട്ട് നോക്കൽ നടത്തണമെങ്കിലേ ഇതത്ര നിസ്സാരമായിരിക്കില്ലല്ലോ. അത് ശരിയാ ആന്റി. അഖിലാന്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര നിസ്സാര കാര്യമായിരിക്കില്ല. ആ എങ്ങനെ ആന്റി പൂവിട്ട് നോക്കുന്നത്? അതോ, അത് ഒരു ഇലയെടുത്ത് അതിന്റെ നടുവിൽ ഗണപതി വിഗ്രഹം വെക്കണം. എന്നിട്ട് എന്താഗ്രഹമാണ് സാധിക്കാനുള്ളതെന്ന് വെച്ചാ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു പിടി പൂ കയ്യിലെടുത്ത് കണ്ണുകൾ അടച്ച് വിഗ്രഹത്തിലേക്ക് ഇടണം. അങ്ങനെ ഇടുന്ന പൂക്കൾ ഒന്നും തന്നെ ഇലയ്ക്ക് വെളിയിൽ വീഴാതെ വിഗ്രഹത്തിന് ചുറ്റുമാണ് വീഴുന്നതെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് തീർച്ച. മറിച്ചാണെങ്കിൽ ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്നർത്ഥം. എന്താ, നീ തയ്യാറാണോ? തയ്യാർ. എങ്കിൽ ഇനി ഒട്ടും വൈകിക്കണ്ട, ഇന്ന് തന്നെ നമുക്കത് പരീക്ഷിക്കണം. ഇവിടുത്തെ പൂജാമുറിയില്. ശരി ആന്റി. ആ എന്നാ വാ. എന്റെ ചേച്ചി, ആ വിലാസിനി മേഡത്തിന് ചേരുന്ന പേര് ഡാഗിനി എന്ന. മായാവി കഥയിലെ മായാവിയെ കൊടുക്കാൻ ഓരോ സൂത്രപണികളുമായിട്ട് കുട്ടൂസനെയും ഡാഗിനിയും വരുന്നത് പോലെ പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്ക ചേച്ചിയെ കൊടുക്കാൻ. ഏതായാലും ഡാഗിനിയുടെ തെളിയാപ്പേനെ ചീറ്റിപ്പോയി. അങ്ങനെ വെറുതെ ചീറ്റിപ്പോയതൊന്നും അല്ല. നിന്റെ മായാവി കഥ പോലെ ഇവിടെ രക്ഷകനായിട്ട് വല്ലുകുഞ്ഞു വന്നില്ലായിരുന്നെങ്കിലേ ഇന്ന് ഞാൻ തോറ്റ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു വരുമായിരുന്നു. ഓ, അല്ലെങ്കിലും തോറ്റ സർട്ടിഫിക്കറ്റ് ഒന്നും ചേച്ചിക്ക് പുത്തരി അല്ലല്ലോ. അനികുട്ടാ വേണ്ട, ഞാൻ SSLCക്ക് തോറ്റത് പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞിട്ടാ, അല്ലാണ്ട് എഴുതി തോറ്റൊന്നും അല്ല. ഓ, വലിയ കാര്യമായിപ്പോയി. അത് പോട്ടെ, സത്യം പറയാലോ, ഇപ്പൊ ചേച്ചിയെ കാണാൻ തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ ലുക്കൊക്കെ ഉണ്ട്. ഒന്ന് പോടച്ചൊക്കെ കളിയാക്കണ്ട്. മത്സരത്തിൽ ജയിക്കണമെങ്കിൽ ഇനിയും കുറെ കടമകളുണ്ട്. അത് ഓർക്കുമ്പോഴാ. അതൊക്കെ എന്റെ ചേച്ചി ജയിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാ. ചേച്ചി, ആത്മവിശ്വാസം വേണം. എന്നെ കണ്ടുപിടിക്ക്. ഒരു കളക്ടർ ആവാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നേ. ഓഹോ, അതാവോന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. അതുപോലെ കഷ്ടപ്പെട്ടാൽ ചേച്ചി തൃച്ചംബരത്തെ മൂത്ത മരുമകളാകുകയും ചെയ്യും, ഞാൻ കളക്ടറും ആകും. അതായത് ഒരു കളക്ടർ അളയനെ കിട്ടാനുള്ള യോഗം തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനുണ്ടെന്നർത്ഥം. ഓഹോ, പിന്നെ ഒരു വലിയ കളക്ടർ വന്നിരിക്കുന്നു. ഒന്ന് പോ അനികുട്ടാ, നീ ആ കളക്ടർ ആവാൻ പോകുന്നത്. ഡാ, അതൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്താ, ഞാൻ പഠിക്കുന്നില്ലേ? ചില വിഷയങ്ങൾക്ക് 1-2 മാർക്ക് കുറയുന്നുണ്ട് എന്ന് വെച്ച് ഞാൻ പഠിക്കത്തന്നെയാണെന്ന് പറയരുത്. ഏതായാലും ഞാൻ കളക്ടർ ആവുന്നതിന് മുമ്പ് ചേച്ചി എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വാ. ആ ചേച്ചി, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. സ്കൂളിൽ ഇരുന്നപ്പോ ആലോചിച്ചതാ, ചേച്ചി ഈ മത്സരത്തിൽ ജയിക്കോ ഇല്ലയോ എന്ന് പോയിട്ട് നോക്കിയായിരുന്നോ? ഇല്ലടാ അനിയൻകുട്ടാ, അതിന് സമയം കിട്ടിയില്ലല്ലോ, പഠിത്തമല്ലായിരുന്നോ. എന്നാലും പോയിട്ട് നോക്കായിരുന്നു. ഇനി നോക്കാട്ടോ. ഗംഗെ, ഇനി ഇതിൽ നിന്ന് ഒരു പിടിപ്പൂ കയ്യിലെടുത്ത് ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിൽ ജയിക്കണമെന്നും ആനന്ദിനെ ഭർത്താവായി കിട്ടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച് ഈ വിഗ്രഹത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പൂക്കൾ വട്ടത്തിലിടണം. ശരി ആന്റി.
ആ പിന്നൊരു കാര്യം, ഒരു പൂവ് പോലും ഇലയിൽ നിന്ന് പുറത്തു വീഴാൻ പാടില്ല. എങ്കിലേ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കൂ. അല്ലെങ്കിൽ ഫലം മറിച്ച ആ അടുക്കളക്കാരിയായിരിക്കും ജയിക്കുന്നത്. തുടങ്ങിക്കോ. ഇനി പൂക്കൾ വിഗ്രഹത്തിലേക്ക് ഇട്ടോ.